ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരയിലേക്കുള്ള വഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ഡിസൈനറും കാർട്ടൂണിസ്റ്റും ചിത്രകാരനുമായ ഷാക്കീർ എറവക്കാടാണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം സർ, എങ്ങനെയാണ് വരയിലേക്കുള്ള വഴിയിൽ എത്തിപ്പെട്ടത്? വരയിലേക്ക് ഏതൊരാളെ പോലെയും കുട്ടിക്കാലത്ത് തന്നെയാണ് ഇതിനോടൊരു താല്പര്യം ജനിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഈ നോട്ടീസിൻ്റെയും അതുപോലെ വെഡ്ഡിങ് കാർഡ് ഇതിൻ്റെയൊക്കെ പുറകു വശത്ത് എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ തരുമ്പോൾ ഇങ്ങനെ നമ്മൾക്കൊരു കൗതുകം തോന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ഡോട്ട്സൊക്കെ ഇട്ടുകൊണ്ട് ഒരു പാറ്റേൺ പോലെ വരയ്ക്കും, ഏതാണ്ട് നമ്മൾ ഈ കോലമൊക്കെ വരയ്ക്കുന്ന പോലെ. അപ്പോൾ അന്ന് അതൊക്കെ വളരെ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അത് ഒരു പക്ഷേ നമ്മുടെ ഒരു ഉള്ളിലെ ഒരു ചിത്രത്തോട് ഒരു കമ്പം തോന്നിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. അതുപോലെ സ്കൂൾ പഠനകാലത്തൊക്കെ കോമ്പറ്റീഷനുകളൊക്കെ പങ്കെടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു, മത്സരങ്ങളിലും ഒക്കെ പോയിരുന്നു. പിന്നെ ഹയർ സെക്കൻഡറി പഠനകാലത്ത് കുമരനെല്ലൂർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഹൈസ്കൂളിലൊരു ഡ്രോയിങ് സാർ ഉണ്ടായിരുന്നു, ശേഖരൻ മാഷ്. അപ്പോൾ എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, മലയാളം ടീച്ചർ എന്നോട് പറഞ്ഞു, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാഷിൻ്റെ അടുത്തൊക്കെ പൊക്കോന്ന്. മാഷ് എന്നെ പഠിപ്പിക്കുന്നില്ല, എന്നാലും അങ്ങനെ ഒരു അവസരം ടീച്ചർ തന്നപ്പോൾ ഞാനത് പരമാവധി പ്രയോജനപ്പെടുത്തി. മാഷോടൊപ്പമുള്ള ആ ഒരു അടുപ്പവും സഹവാസവും ഒക്കെയാണ് ഈ ചിത്രകലാ മേഖലയെക്കുറിച്ച് അറിയാനും ഈ ഒരു മേഖലയിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിലേക്ക് എത്തിപ്പെടുന്നത്. ആദ്യമായി വരച്ച ചിത്രം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയുള്ള ചിത്രങ്ങളായിരുന്നു? ആദ്യമായിട്ട് വരച്ച ചിത്രം ശരിക്കും പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് അന്ന് കിട്ടുന്നത് ഇപ്പോൾ കയ്യിൽ കിട്ടുന്ന അതൊക്കെ വെച്ചിട്ട് ഭിത്തിയിലും അവിടെയും ഒക്കെ കോറിയിടലായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചത് എൻ്റെ ഉപ്പ അവിടുത്തെ ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ സ്ലേറ്റിലൊക്കെ ഇങ്ങനെ വരച്ച് കാണിച്ചു തരും. അപ്പോൾ ഓരോ അക്ഷരങ്ങളും പുള്ളി ഇങ്ങനെ കാണിച്ചു തരുമ്പോഴും എനിക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള ഓരോ ജീവികളുടെ രൂപമോ അല്ലെങ്കിൽ വല്ല പൂവോ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും പുള്ളി അതിനെ വിലക്കൊന്നും ചെയ്യില്ല, പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഒരു ആമേനൊക്കെ വരച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെയാണ് ആദ്യമായിട്ട് വരച്ച ഒരു ഓർമ്മയിലുള്ള ചിത്രം. ചിത്രരചനയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ആരാണ്? ചിത്രകലയെ പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെ ഒരൊറ്റ വ്യക്തിയായിട്ട് എടുത്തു പറയാൻ കഴിയില്ല. എങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ ഏറെ
നമ്മളിങ്ങനെ സ്കൂൾ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു അവനോ അവളോ ഒക്കെ ഉണ്ടായിരിക്കാം. അതായത് നമ്മളെയൊക്കെ നന്നായി വരയ്ക്കുന്ന, നമ്മുടെ ക്ലാസ്സിൽ നല്ല അർത്ഥത്തിലല്ല, പൊതുവെ നാട്ടിലാവട്ടെ പുറത്താവട്ടെ. അപ്പോൾ അവർ നമ്മളെയൊക്കെ വരക്കുന്നു എന്നുള്ളൊരു ചിന്ത. അതായത് അപ്പോൾ എനിക്കും അതുപോലെ വരക്കണം എന്നുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അതിലൊരു നിരാശ ഉണ്ടാവാം, കൂടുതൽ നമ്മൾ ഉത്തേജിപ്പിക്കുന്ന ഒരു തരം നിരാശ. അപ്പോൾ അത് വളർന്നതാണ് എനിക്ക് ഈ ഒരു മേഖലയിൽ എത്തിപ്പെടണം എന്നുള്ള തോന്നൽ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഫാമിലി ആവട്ടെ, പേരൻസ് ആവട്ടെ, ബ്രദേഴ്സ് ആവട്ടെ, എല്ലാവരും അവർക്കും താല്പര്യം തന്നെയാണ്. ആരും അതിനെ വിലക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് ഒരു പ്രചോദനം തന്നിട്ടുണ്ട്, ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ. ഏതുതരം ചിത്രങ്ങളാണ് കൂടുതലായി വരച്ചിട്ടുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖല ഡ്രോയിങ് ആണ്. കടുത്ത വരകൾ, ഇല്ലസ്ട്രേഷൻസ്. അപ്പോൾ ഇങ്കൊക്കെ വെച്ചിട്ട് വരക്കുന്ന ബോൾഡായിട്ടുള്ള ലൈനുകളോടാണ് കൂടുതൽ. ഒരു സ്കെച്ച് ബേസിലുള്ള ഒരു ബേസിക് സ്കെച്ചിങ്ങിനോടും ഡ്രോയിങ്ങിനോടാണ് എനിക്ക് കൂടുതൽ കമ്പം. അപ്പോൾ എൻ്റെ ഒരു ചിത്രമോ പെയിൻറ്റിങ് എടുത്താൽ പോലും അതിനൊരു ഡ്രോയിങ്ങിൻ്റെ സാധ്യതയായിരിക്കും കൂടുതൽ കാണുക. അപ്പോൾ ഞാൻ അത്തരത്തിൽ ധാരാളം സ്കെച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സ്കെച്ചിങ്, ഡ്രോയിങ് തന്നെ ആയിരിക്കും കൂടുതലായിട്ട് വരച്ചിട്ടുള്ളത്. സർ, ഏതുതരം മീഡിയമാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്? ഇന്നിപ്പോൾ കൂടുതൽ ആളുകളും മിക്സഡ് മീഡിയ എന്ന് പറയും. കാരണം ഒരു വിഷ്വൽ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുക. അത് എന്തൊക്കെ മീഡിയത്തിലൂടെ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വാട്ടർ കളറും ഓയിൽ കളറും അക്രിലിക് പെയിൻറ്റിങ്ങും പേസ്റ്റൽസും ചാർക്കോളും ഒക്കെ എല്ലാവരും പോലെ ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അത് ഇന്ന ക്യാൻവാസിൽ അല്ലെങ്കിൽ ഇന്ന പേപ്പറിൽ ഇതേ ഉപയോഗിക്കാൻ പാടുന്നൊന്നുമില്ല. ഞാൻ അതിലൊരു എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുമ്പോൾ ടെക്സ്റ്റേഴ്സിനൊക്കെ വേണ്ടി ഇപ്പോൾ ഓയിൽ കളർ ചെയ്യും അല്ലെങ്കിൽ വാട്ടർ കളർ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ പേസ്റ്റൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് മിക്സഡായിട്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഒരു ഡിജിറ്റൽ, ഞാനൊരു കൊമേഴ്ഷ്യൽ ആർട്സിൻ്റെ മേഖലയിൽ അഡ്വർടൈസിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൊരു സാധ്യത നമുക്ക് ഡിജിറ്റൽ ആർട്ടിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രാഫിക് പ്രിൻ്റുകളായിട്ടാണ് അതൊക്കെ എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ ഡിജിറ്റൽ സാധ്യത കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. ഒപ്പം തന്നെ ഡ്രോയിങ്സും അക്രിലിക്കും ഓയിൽ കളറും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കൂടുതലായിട്ട് ഡിജിറ്റൽ പേസ്റ്റലുകൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. യാത്രകളിൽ കാണുന്ന ദൃശ്യങ്ങൾ ചിത്രമായി പകർത്താറുണ്ടോ? അത്തരത്തിലുള്ള അനുഭവങ്ങൾ? പൊതുവെ കലാകാരന്മാരെ മാത്രമല്ല, വ്യക്തികളെയൊക്കെ കൂടുതൽ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ യാത്രകൾ, വായന, മറ്റ് കാഴ്ചകൾ, ഇതിനൊക്കെ വലിയ പങ്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പലരും പറയാറുമുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇപ്പോൾ യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, മുമ്പ് ഒരു ഓൾ ഇന്ത്യ ടൂർ നടന്നിരുന്നു. അത് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടി കോളേജ് പഠനകാലത്ത് പോയ ഒരു യാത്ര. അപ്പോൾ അന്ന് ധാരാളം സ്കെച്ചുകളൊക്കെ ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ ഈ കേരളത്തിനപ്പുറത്തേക്കുള്ളൊരു ലോകം നമ്മൾ കാണുന്നു. വ്യത്യസ്ത സംസ്കാരം പേറുന്ന ആളുകൾ, വ്യത്യസ്ത രീതികൾ, അവരുടെ ആചാരം, ഭക്ഷണം, വസ്ത്രം ഒക്കെ ഒരു വൈവിധ്യമാണ് കാണുന്നത്.
മാത്രമല്ല ഞങ്ങൾ പോയയിടങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പരാമർശിക്കാറുള്ള പോയ കാലത്തെ സാംസ്കാരിക ശേഷിപ്പുകളൊക്കെ ഉൾക്കൊള്ളുന്ന അജന്ത, എല്ലോറ, ഖജുരാഹോ, സാഞ്ചി, ഐഹോളി, പട്ടടക്കൽ, ബേലൂർ, ശ്രാവണബൽഗുള, എലിഫൻ്റ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അന്ന് കവർ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ താമസിച്ച് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ടെമ്പിൾ ബേസ്ഡ് ആർക്കിടെക്ചേഴ്സൊക്കെ സ്റ്റഡി ചെയ്യാനും ഒക്കെ അവസരം കിട്ടി. അന്ന് കുറേ സ്കെച്ചുകളൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ പിന്നീട് നമുക്ക് വർക്കുകൾക്ക് കൂടുതൽ ഇല്ലസ്ട്രേഷനുകളും മറ്റും സൃഷ്ടിക്കാനൊക്കെ കാരണമായിട്ടുണ്ട്. മാത്രമല്ല ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ വർക്കുകളിലേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ചിന്താഗതിയെ പാകപ്പെടുത്തിയെടുക്കുക എന്നൊരു പ്രോസസ്സ് ഉള്ളതായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ധാരാളം പ്രാദേശികവാദങ്ങൾ, സത്വവാദങ്ങൾ, അതായത് മെയിനായിട്ട് ഞങ്ങളുടെ കൂട്ടമാണ് ശരി എന്നുള്ള നിലയിലുള്ള വാദങ്ങളൊക്കെ നമുക്ക് ഉയർന്നു കേൾക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങളെ കുറച്ചും കൂടിയൊക്കെ പക്വതാപരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അത്തരം യാത്രകൾ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരും അവരുടെ ഭാഷയും വേഷവും വസ്ത്രവും സംസ്കാരവും ഒക്കെ പേറുന്ന ഒരു കൂട്ടമാണ്, ഒരു അവിയൽ സംസ്കാരമാണ് നമ്മുടെ നാടിൻ്റേത് എന്നുള്ളത് അത്തരം യാത്രകളിലൂടെയാണ് ഒരുപക്ഷെ മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രകൾ, അതുപോലെ വായനയ്ക്കും അതിന് വലിയ പങ്കുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് പ്രധാനമായിട്ട് ആശ്രയിച്ചിരുന്ന ഓൾ ഇന്ത്യ റേഡിയോ, ഇതൊക്കെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. ചിത്രകലയിൽ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? ചിത്രകലയിൽ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഹയർ സെക്കൻഡറി പഠനകാലത്ത് അവിടുത്തെ ഡ്രോയിങ് മാഷ്. അപ്പോൾ പുള്ളി ധാരാളം ഡ്രോയിങ് ചെയ്യും. ആ പുള്ളിയുടെ കൈ ചലിക്കുന്നത് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. പിന്നെ രേഖാചിത്രം കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ AS അത്തിപ്പറ്റ ശിവരാം അവരുടെ ഇല്ലസ്ട്രേഷനുകൾ ഒക്കെ ഇങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ട്, പുസ്തകങ്ങളും ഒക്കെ റെഫർ ചെയ്ത്. അപ്പോൾ ധാരാളം ശൈലികളിൽ അദ്ദേഹം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ചില ഡ്രോയിങ്ങുകളാണ്. മാത്രമല്ല മാസ്റ്റേഴ്സിൻ്റെയൊക്കെ സ്കെച്ചുകൾ, പിക്കാസോയുടെയൊക്കെ പെയിൻറ്റിങ്ങിനെയൊക്കെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളത് പിക്കാസോയുടെ സ്കെച്ചുകളാണ്. ബുള്ളിൻ്റെയൊക്കെ സ്കെച്ചുകൾ ഭയങ്കര പവർഫുൾ ഡ്രോയിങ് ആണ്. ഡാവിഞ്ചിയുടെ അനാട്ടമി സ്കെച്ചുകളൊക്കെ, അതൊക്കെ വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്നതാണ്. ഒരു ചിത്രകാരൻ എന്ന നിലയിൽ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്? പ്രധാനമായും ഞാൻ കൂടെ കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ് കാർട്ടൂണുകൾ, അതുപോലെ ഡിജിറ്റൽ ക്യാമ്പയിനുകൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഒക്കെ. അപ്പോൾ ഈ കാർട്ടൂണുകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യത്താണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ഒരു പ്രതിപക്ഷമായി ഇരിക്കുക എന്നുള്ളത് ഓപ്പോസിറ്റ് പാർട്ടി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് കലാകാരന്മാരും ജേർണലിസ്റ്റുകൾക്കും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു റോളുണ്ട്. അപ്പോൾ ഒരു കാർട്ടൂൺ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു മൂല്യച്യുതിയെ ഒക്കെ വരച്ച് കാണിക്കുക എന്നുള്ള നിലയിൽ കാർട്ടൂണിനെ ഉപയോഗിക്കാറുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടും മറ്റ് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിലും ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഡിജിറ്റൽ ക്യാമ്പയിനുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഫ്ലഡ്സ് വന്നു. ഇവിടെ ആകെ കേരളം ഒരു ദുരിതക്കയത്തിലാണ്. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭീതിയിൽ ആയി, ദുരന്തത്തിൽ നമ്മൾ അകപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്ത് താരതമ്യേന ഇതിൻ്റെ ആഘാതം കുറവാണ്. ഇടയ്ക്കൊക്കെ വൈദ്യുതിയും ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും ഒരുപാട് പോസ്റ്ററുകൾ ഒരു ക്യാമ്പയിൻ എന്ന പോലെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ട്രാക്ക് ലൊക്കേഷൻ, അപ്പോൾ ഒരു ടെക്സ്റ്റ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഇമേജിന് കുറച്ചും കൂടി ഷെയർ ചെയ്യപ്പെടാനും ആൾക്കാരുടെ ശ്രദ്ധയിൽ പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ധാരാളം ക്യാമ്പയിനുകൾ ചെയ്തിരുന്നു. അതുപോലെ ആ വിഷയങ്ങളിൽ അത്തരത്തിൽ ഇടപെട്ടിരുന്നു. അപ്പോൾ നാഷണൽ മീഡിയ ആദ്യം ഇതിനെതിരെ മൗനം പാലിച്ചു. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആ പോസ്റ്ററുകളിലും ക്യാമ്പയിനുകളിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ചിത്രകലയിൽ ഏതെങ്കിലും രീതിയിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ടോ? തീർച്ചയായും. ചിത്രകലയിൽ ഞാൻ ടെക്സ്ചറുകളിലൊക്കെ കൂടുതലായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്.
അപ്പോൾ വരയ്ക്കുന്നതോടൊപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വില്ലേജിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകൾ, അതായത് ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ചില ക്യാരക്ടറുകളെ എടുത്തിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറുകൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ഒരു ടെക്സ്ചർ ഉണ്ടാവും. പലപ്പോഴും എനിക്കത് വളരെ നീറ്റായിട്ട് വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ശൈലി പോരാന്ന് തോന്നാറുണ്ട് എൻ്റെ കാര്യത്തിൽ. അപ്പോൾ കൂടുതലായിട്ട് അവരുടെ ഒരു ടെക്സ്ചറുകൾ, അവരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ മറ്റ് ഉപകരണങ്ങളും ഒക്കെ അതിൻ്റെ ഒരു പരുക്കൻ ഫീൽ കൊണ്ടുവരാൻ വേണ്ടി ധാരാളം ടെക്സ്ചറുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയിലും ഇല്ലസ്ട്രേഷനുകളിലും ഒക്കെ കുറേ വ്യത്യസ്തത കൊണ്ടുവരണം എന്നുള്ളൊരു പക്ഷം ഉണ്ട്. അതിന് ടെക്സ്ചർ ബേസ്ഡുള്ള പരീക്ഷണങ്ങൾ കുറേ ചെയ്യാറുണ്ട്. വരയ്ക്കാനായിട്ടൊരു പ്രത്യേക സമയം കണ്ടെത്താറുണ്ടോ? ഇല്ല, എനിക്ക് ഇത് തന്നെയാണ് നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിതവും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായും അതൊരു പ്രോസസ്സായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ വരുമ്പോൾ നമ്മളത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. അതിനൊരു ഇന്ന സമയമൊന്നുമില്ല. നമുക്ക് ഓരോ സമയത്ത് എന്താണ് തോന്നുന്നത് അതിൻ്റെ ആ സ്പോണ്ടേനിറ്റി കീപ്പ് ചെയ്യുന്നു. സാറിൻ്റെ എക്സിബിഷൻ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? എക്സിബിഷൻ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞേ ഉള്ളൂ. ഈ 25 to 30 ലാസ്റ്റ് മന്ത് ദർബാർ ഹാളിൽ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു എക്സിബിഷൻ. അത് 2013-14 സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള അന്നത്തെ ഒരു യാത്രയുടെയും കാഴ്ചകളുടെയും ഒക്കെ ഒരു ഇല്ലസ്ട്രേറ്റഡ് സീരീസായിട്ട് അന്ന് ചെയ്ത കുറച്ച് വർക്കുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എക്സിബിറ്റ് ചെയ്തത്. അപ്പോൾ എക്സിബിഷൻ തീർച്ചയായും അതൊരു നമ്മുടെ സുഹൃത്തുക്കളുടെയും മറ്റു കലാസ്വാദകരുടെയൊക്കെ മുന്നിൽ നമ്മുടെ വർക്ക് പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് ധാരാളം പേര് വരും. അപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ആ സംവാദങ്ങൾ, ചിലപ്പോൾ അഭിപ്രായങ്ങളുണ്ടാവാം, വിമർശനങ്ങളുണ്ടാവാം. കൂടുതൽ നമ്മളെ പുനർപരിശോധിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് എക്സിബിഷൻ. എൻ്റെ എക്സിബിഷനുകൾ പ്രധാനമായിട്ടും കാർട്ടൂണ് എക്സിബിഷനുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ചിത്രം വരയിൽ, പെയിൻറ്റിങ്, അതുപോലെ മറ്റ് ഇല്ലസ്ട്രേഷനുകൾ, പിന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ വരാറുണ്ട്. ചില ചിത്രകാരന്മാർ അവർ വരച്ച ചിത്രങ്ങൾ സെയിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് പറയാമോ? പലപ്പോഴും ചിത്രകല ഒരു ഉപജീവനം എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ അവർക്ക് ആ വർക്കുകൾ വിറ്റ് അതുവഴിയാണ് അവരുടെ ഉപജീവനം നടക്കുക എന്നൊരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും പലർക്കും ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കൊമേഴ്ഷ്യൽ ആർട്സിലാണ് അല്ലെങ്കിൽ ആ മേഖലയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നതും എൻ്റെ ആർട്ടിസ്റ്റിക്കൽ സ്കില്ല് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത് തന്നെയാണ് വിൽക്കുന്നത്. അതൊരു ക്യാൻവാസ് രൂപത്തിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഫ്രെയിം ചെയ്തതിൻ്റെ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ മാത്രം വിൽപ്പന നടത്താമെന്നല്ല, കുറച്ചും കൂടി വിശാലമായിട്ട് ആ വിപണി അനുസരിച്ച് ആണ് ചെയ്യാറ്. ആൾക്കാർക്ക് എന്താണ് ആവശ്യം. കാരണം പക്ഷേ അപ്പോൾ ഒരു ഉപജീവനം എന്നുള്ള നിലയിൽ വരുമ്പോൾ പലർക്കും ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കേൾക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഞാൻ ആർട്ടിനെ കാണുന്നത് ഒരു അതിജീവനമാണ്. കലാകാരന് വരക്കുക എന്നുള്ളത് അവൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലയിലാണ്. ആ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇന്ന് ഇപ്പോൾ ഓവർ പ്രൊഡക്ടിവിറ്റിയാണ് എല്ലാ മേഖലയിലും.
ഇപ്പോൾ സിനിമകളാണെങ്കിൽ 20-25 സിനിമ ഇറങ്ങിയ സമയത്ത് 100-200ഓളം സിനിമകൾ വരുന്നു. അതിലെല്ലാം വിജയിക്കണമെന്നില്ല. പുസ്തകങ്ങളൊക്കെ അങ്ങനെ തന്നെ ഓവർ പ്രൊഡക്ടിവിറ്റിയാണ്, ഒരുപാടുണ്ട് ചിത്രകല. അപ്പോൾ അത്രയും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന സ്വാഭാവികമായിട്ടും ചിത്രകലയിലും ഒക്കെ അത് കടന്നു വരാം. പറഞ്ഞു വന്നത്, ഇന്ന് അതിനനുസരിച്ച് തന്നെ ഒരുപാട് സാധ്യതകളുമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ വെബ്സൈറ്റുകൾ, ഇതൊക്കെ നല്ല സാധ്യതകളാണ്. ഇത് പലപ്പോഴും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എനിക്ക് ചിത്രകല വിപണനത്തിൻ്റെ കൂടി സാധ്യതകൾ തുറന്നു തരാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു എക്സിബിഷന് നമ്മുടെ വർക്കുകൾ ആളുകൾ കാണണമെങ്കിൽ ഗാലറി കൊണ്ടുവെക്കണം മുമ്പ്. ഇന്നിപ്പോൾ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടായാൽ മതി. അതൊരു സാധ്യതയാണ്. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ആവശ്യമാണെങ്കിൽ വിൽപ്പന ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രയത്നത്തിനൊക്കെ അനുസരിച്ചിരിക്കും. വ്യക്തിപരമായിട്ട് എനിക്ക് പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ വർക്കുകളൊക്കെ ക്ലയൻറ്റിന് ആവശ്യപ്പെടാറുണ്ട്, വിൽപ്പന നടത്താറുണ്ട്. അംഗീകാരങ്ങൾ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്നതാണല്ലോ. അത്തരത്തിൽ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ മാത്രം, സത്യം പറഞ്ഞാൽ അതിന് മാത്രം ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. എങ്കിലും എൻ്റെ ഇതുവരെയുള്ള ഒരു ചെറിയ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ചിത്രകല പഠിക്കണം എന്നതായിരുന്നു ഏറ്റവും താല്പര്യം, ഏറ്റവും ആഗ്രഹം. പക്ഷേ അതിന് ഞാൻ യോഗ്യനാണോ, അതിനെനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നൊന്നും അറിയില്ലായിരുന്നു കോളേജിൽ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് എൻട്രൻസ് എഴുതുമ്പോൾ എനിക്ക് റാങ്കോട് കൂടി തന്നെ കോളേജിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും റാങ്കോട് കൂടി തന്നെ യൂണിവേഴ്സിറ്റി എക്സാം പാസ് ഔട്ട് ആവാനും സാധിച്ചു. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടല്ല, എങ്കിലും എൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ. അതുപോലെ കഴിഞ്ഞ 6-7 വർഷത്തോളമായി കേരള ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിബിഷനിൽ തുടർച്ചയായിട്ട് സെലക്ഷൻ കിട്ടാറുണ്ട്. അത് ചിത്രകല, ഡ്രോയിങ്, ഗ്രാഫിക് പ്രിൻ്റ്, അതുപോലെ കാർട്ടൂൺ തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഈയിടെ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്നത് അബുദാബി ഹയാത്ത് ഗ്രൂപ്പിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ് സെക്ഷനിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നൊരു ചാലഞ്ച്, അവരൊരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ലാർജസ്റ്റ് പിൻവീൽ ഡിസ്പ്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ അതിനായിട്ട് കോമ്പീറ്റ് ചെയ്തത് മുമ്പ് ചൈനയോ സ്വിറ്റ്സർലാൻഡോ അങ്ങനെ ഏതൊരു രാജ്യത്താണ് മുമ്പ് അതിൻ്റെ ആ ഒരു റെക്കോർഡാണ് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ്. അപ്പോൾ അവർക്ക് വലിയൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇവൻറ്റ് ടീമിനെ അവർ സമീപിച്ചെങ്കിലും അവർ വില്ലിങ് അല്ല. അങ്ങനെ അത് ഒടുക്കം എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു ലാർജസ്റ്റ് ഡിസ്പ്ലേ, അത്രയും വലിയൊരു ആർട്ട് വർക്ക് ഗ്രൗണ്ടിൽ അവരുടെ ഗാർഡൻ ലോണിൽ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു കലാകാരൻ എന്നുള്ള നിലയിലുള്ള സ്കില്ല് തന്നെയാണ് അത് അത്തരത്തിൽ ഉപയോഗിച്ചു. പക്ഷേ ആ സമയത്ത് അവർ ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റിന് സബ്മിറ്റ് ചെയ്യുന്ന ഡേ എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിരുന്നു. അപ്പോഴേക്കും പിന്നീട് അവരെനിക്ക് മെയിലൊക്കെ അയച്ചു, അവർ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട്. അതൊരു ഫേമിൻ്റെ പേരിലാണ് ആ റെക്കോർഡ് ഇരിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഒരു രേഖയിലും അതിൻ്റെ പേരൊന്നുമില്ല. പക്ഷേ എനിക്കും അവിടുത്തെ സുഹൃത്തുക്കൾക്കും മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എൻ്റേത് തന്നെയാണെന്ന്. അത്തരത്തിൽ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ്. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ ഈ ചിത്രകലാ മേഖലയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും, സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് അപ്പോൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ അവർ കാണുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും, അത് കൊള്ളാം, ആ വർക്ക് കൊള്ളാം, ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പോരാ എന്നൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അഭിപ്രായങ്ങൾ. അത് വലിയൊരു അംഗീകാരമായിട്ട് തോന്നാറുണ്ട്. കാരണം പലപ്പോഴും ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ സമയത്ത് പത്രത്തിലോ TV-യിലോ ഒക്കെ കണ്ട ആളുകളായിരിക്കും. പിൻകാലത്ത് അവരെയൊക്കെ നേരിട്ട് അവരുടെ ഒരു നല്ല വാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അംഗീകാരം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഡ്രോയിങ് സ്കിൽ എപ്രകാരമാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും സ്കെച്ചുകൾ ചെയ്യുക. എപ്പോഴും ഒരു സ്കെച്ച് ബുക്ക് കരുതുക. അതിപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നാട്ടിൻപുറത്താണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിലും ഒരു സ്കെച്ച് ബുക്ക് ഉണ്ടാവാറുണ്ട്. ആരും കാണാതെയോ കണ്ടിട്ടോ ഒക്കെ
സ്കെച്ചുകൾ രൂപപ്പെടുത്തുക. കാരണം പ്രത്യേകിച്ച് എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റാണ് ആളുകൾ, അവരുടെ മൂമെൻറ്റ്സ്, അവരുടെ വേഷവിധാനങ്ങൾ, ഇതൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്കെച്ച് ബുക്ക് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ കൂടെ കരുതും. അതിൽ സ്കെച്ച് എടുത്തു വെക്കുക, അത് നിരന്തരം ചെയ്യുക. അത് ഒരു ഡെയിലി പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് അത് സ്കെച്ചുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു സ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്ക്. ഏതുതരം ചിത്രങ്ങളാണ് കൂടുതൽ ചെയ്യാറുള്ളത്? ഇപ്പോൾ കോണ്ടംപററി ആയിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ എടുത്ത് അത് പെയിൻറ്റിങ്ങിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കാരണം റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അത് ആവിഷ്കരിക്കാൻ പലപ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു ശൈലി, ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ളൊരു റിയലിസ്റ്റിക് ശൈലി ഒക്കെ നിലനിൽക്കുന്നെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം, നമ്മുടേതായിട്ടുള്ളൊരു ശൈലിയിൽ എങ്ങനെ അതിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ കോണ്ടംപററി ആർട്ടിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് വരകളിൽ. പിന്നെ ഒരു വർക്ക് പ്രാക്ടീസ് എന്നുള്ള നിലയിൽ എപ്പോഴും റിയലായിട്ടുള്ള സ്റ്റഡികളും അതിപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള മീഡിയങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റഡികൾ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യാറുണ്ട്. എങ്കിലും ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ആ നിലയിലേക്ക് വരുമ്പോൾ നമ്മുടെ വർക്ക് എപ്പോഴും ഒന്ന് സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കോണ്ടംപററി ലൈനിലാണ് ആ വർക്കുകൾ പ്രസൻറ്റ് ചെയ്യാറ്. സാറിൻ്റെ ചിത്രങ്ങളിൽ കൂടുതലായും കടന്നു വരുന്ന സബ്ജക്റ്റ് ഏതാണ്? എൻ്റെ ചിത്രങ്ങളിൽ മനുഷ്യ കഥാപാത്രങ്ങളും തന്നെയാണ്. എനിക്ക് കൂടുതൽ ആവിഷ്കരിക്കാൻ താല്പര്യവും ഈ പറഞ്ഞ ആളുകൾ, അവരുടെ രീതികൾ, വേഷം, മറ്റ് രീതികൾ, അവരുടെ പാശ്ചാത്തലം. ഇപ്പോൾ കുറച്ചു കാലം പ്രവാസിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും അവരുടെ കൾച്ചർ തന്നെ വ്യത്യാസമാണ്, അവരുടെ ചിന്താഗതിയൊക്കെ. അപ്പോൾ അവരുമായിട്ടുള്ള ഇടപഴകലുകൾ നമുക്ക് വേറെ പല കാഴ്ചകളും നമുക്ക് സമ്മാനിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഞാൻ കുറച്ചു കാലം UAE-യിലായിരുന്നു. അപ്പോൾ UAE-യിൽ അവിടെ രണ്ടുണ്ട്. അവരുടെ ഒരു ഹെറിറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ കുറേ വിഷ്വലുകൾ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സർവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒരു സമ്മേളനം കൂടി നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യരെയും അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അവരുടെ ഒരു രീതികളും അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചിത്രങ്ങളിൽ കൊണ്ടുവരാൻ തന്നെയാണ് കൂടുതൽ താല്പര്യം. സാറിൻ്റെ ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ കുടുംബം, എൻ്റെ ഉപ്പ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മരണപ്പെട്ടു. പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മയുടെ ഉമ്മ, എനിക്ക് 2 ബ്രദേഴ്സ്. മൂത്ത ആൾ ജലീൽ, ഡെപ്യൂട്ടി തഹസിൽദാരാണ്. രണ്ടാമത്തെ ആൾ റഫീഖ്, ബിസിനസ്സാണ്. ഇതാണ് എൻ്റെ കുടുംബം. സാറിൻ്റെ ഇനി മുന്നോട്ടുള്ള കലാജീവിതത്തിൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കുവാനും എക്സിബിഷൻ നടത്തുവാനും ആശംസകൾ നേരുന്നു. നന്ദി.
വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.